കാസർഗോഡ് കണ്ണൂർ ജില്ലാ അതിർത്തിയിലെ വലിയ പറമ്പ് പാണ്ഡ്യാലക്കടവ് പാല നിർമ്മാണം അനിശ്ചിതത്വത്തിൽ. കിഫ്ബിയിൽ നിന്ന് 55.44 കോടിയുടെ സാമ്പത്തിക അനുമതി ലഭിച്ചിട്ടും ഇതുവരെയും നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയില്ല. പാലം യാഥാർത്ഥ്യമാക്കാൻ പുതിയ സർക്കാർ ഇടപെടണമെന്നാണ് വലിയ പറമ്പ് നിവാസികളുടെ ആവശ്യം. പത്ത് 20 കൊല്ലമായി പാലം എന്ന് പറയുന്നു. ഇങ്ങനെ പറയുന്നതല്ലാണ്ട് ഇവിടെ പാലം വരുന്നതെന്ന് നമുക്ക് വിശ്വാസം പോരാ. ഈ കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷന് മുമ്പേ പറയുന്നിട്ട് പിന്നെ ടെൻഡറായിരുന്നു. ഇതുവരെ ടെൻഡറിന് ഒരു അനക്കം ഇവിടെ കാണുന്നില്ല. ഒരു പാലത്തിനായി പതിറ്റാണ്ടുകളായി കാത്തിരിക്കുകയാണ് വലിയപറമ്പ് പാണ്ഡ്യാലക്കടവ് നിവാസികൾ. തൃക്കരിപ്പൂർ മണ്ഡലത്തിലെ വലിയപറമ്പ് പഞ്ചായത്തിനെയും പയ്യന്നൂർ മണ്ഡലത്തിലെ രാമന്തളി പഞ്ചായത്തിനെയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള പാലം വാഗ്ദാനങ്ങളായി മുന്നിൽ നിറയാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഒടുവിൽ വരുമെന്ന് പറഞ്ഞത് തീരദേശ ഹൈവേയുടെ ഭാഗമായി. പാലത്തിന് കിഫ്ബിയിൽ നിന്ന് 55.44 കോടി രൂപയുടെ സാമ്പത്തിക അനുമതിയും ലഭിച്ചു. എന്നാൽ കണ്ണെത്തും ദൂരത്തിലുള്ള അവശ്യ സഹായങ്ങൾ പോലും ലഭ്യമാവണമെങ്കിൽ ഇന്നും 26 കിലോമീറ്ററിലധികം യാത്ര ചെയ്തു വേണം ഇവിടെയുള്ളവർക്ക് അവിടെ എത്താൻ. നിർദ്ദിഷ്ട വലിയപറമ്പ് പാലം യാഥാർത്ഥ്യമാകുന്നതോടെ തീരദേശവാസികളുടെ യാത്രാ ദുരിതത്തിന് പരിഹാരമാകുന്നതോടൊപ്പം ടൂറിസം വികസനത്തിനും വഴി തുറക്കുമെന്ന പ്രതീക്ഷയാണ് വീണ്ടും അണയുന്നത്. മഴക്കാലം സജീവമാകുന്നതോടെ ഈ ദ്വീപ് പൂർണ്ണമായും ഒറ്റപ്പെട്ട അവസ്ഥയിലാകും. പാലം വരുമെന്ന് കേൾക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. എന്നു വരുമെന്ന് നിശ്ചയമില്ലാത്ത ഒരു കാര്യമായി അത് മാറിയെന്നും അവർ പറയുന്നു. വർഷങ്ങളായില്ല പ്രയാസമാണ്. ഇപ്പോൾ വെച്ചാൽ 100-150 വർഷമായി ഇന്നില്ല പ്രശ്നം തന്നെയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. പഞ്ചായത്ത് 24 കിലോമീറ്റർ നീണ്ടെടുക്കുന്ന ഒരു പ്രദേശമാണ്. ഇവിടെ സാധാരണക്കാർക്ക് വെച്ചാൽ ടൗണുമായിട്ട് ബന്ധപ്പെടണമെങ്കിൽ 1000 രൂപയോളം ഓട്ടോറിക്ഷക്ക് അങ്ങനെയെല്ലാം യാത്ര ചെയ്യുന്നുണ്ട്, പൈസ കൊടുക്കേണ്ടി വരും. ആശുപത്രി ഇപ്പോൾ തൊട്ടടുത്താണ് പയ്യന്നൂർ ടൗൺ വരുന്നത്. ആ ഭാഗത്തേക്ക് ബന്ധപ്പെടണമെന്ന് വെച്ചാൽ ഇത് കടത്തല്ലാണ്ട് വഴിയില്ല. മഴക്കാലമായി കഴിഞ്ഞാൽ ഈ പ്രദേശം തീർത്തും ഒരു ഒറ്റപ്പെട്ട അവസ്ഥയാണ് ഉണ്ടാകുന്നത്. നമ്മൾ ഈ കുട്ടികളെയും കാത്തിങ്ങനെ വയോലേറ്റിങ്ങനെ നിൽക്കേണ്ട ഒരു അവസ്ഥ. കാറ്റും മഴയെല്ലാം വന്നു കഴിഞ്ഞാൽ അവരെ യാത്രാ സൗകര്യമെല്ലാം നോക്കും. നമ്മളിങ്ങനെ മാതാപിതാക്കൾക്ക് വല്ലാത്തൊരു അരക്ഷിതാവസ്ഥയിൽ നിൽക്കും നമ്മൾ. അപ്പോൾ നമ്മൾ ഈ പാലം വരുമെന്നുള്ള പ്രതീക്ഷയിൽ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഇങ്ങനെ ടെൻഡർ നടപടിയൊക്കെ പൂർത്തിയായി പൈസയൊക്കെ മാറ്റി വെച്ചെന്ന് നമ്മൾ നല്ല പ്രതീക്ഷയിലായിരുന്നു. കണ്ണൂർ കാസർഗോഡ് ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ പാലത്തിന് 12 സ്പാനുകൾ ഉൾപ്പെടെ ആകെ 445 മീറ്റർ നീളമുണ്ടാകും. 12 സ്പാനുകളിൽ മധ്യഭാഗത്തായി വരുന്ന സ്പാൻ ജലഗതാഗതത്തിന് ആവശ്യമായ ക്ലിയറൻസുകൾ നൽകി 55.80 മീറ്റർ നീളം വരുന്ന ബോക്സ് ഗേഡ് രീതിയിലും ശേഷിക്കുന്നവ പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റ് ഗേഡ് രീതിയിലുമാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. വലിയ പറമ്പിന്റെ തെക്കൻ മേഖലയിൽ 5-6 വാർഡുകളിൽപ്പെട്ട കന്നുവീട് കടപ്പുറം, തൃക്കരിപ്പൂർ കടപ്പുറം, തയ്യിൽ നോർത്ത്, തയ്യിൽ സൗത്ത്, പാണ്ഡ്യാലക്കടവ്, വടക്കേ വെളുപ്പ് തുടങ്ങിയ പ്രദേശങ്ങളിൽപ്പെട്ട സ്ഥലങ്ങളിൽ വിനോദസഞ്ചാര സാധ്യതയിൽ കണ്ണുവച്ച ഉദ്യോഗസ്ഥ ഒത്താശയോടെ ഇതര സംസ്ഥാന ലോബികൾ വൻതോതിൽ ഭൂമി വാങ്ങിക്കൂട്ടുന്നതായും ആക്ഷേപമുയരുന്നുണ്ട്. നിർദ്ദിഷ്ട വലിയപറമ്പ് പാലം യാഥാർത്ഥ്യമാകുന്നതോടെ തീരദേശ നിവാസികളുടെ യാത്രാ ദുരിതത്തിന് പരിഹാരമാകുന്നതിനോടൊപ്പം ടൂറിസം വികസനത്തിനും വഴി തുറക്കുമെന്ന പ്രതീക്ഷയാണ് പ്രദേശവാസികൾക്കുള്ളത്. ആ കാത്തിരിപ്പാണ് ഇപ്പോൾ വർഷങ്ങളായി നീളുന്നത്. ഒരു പാലം വരാൻ 3 പതിറ്റാണ്ടായി വലിയപറമ്പ് പ്രദേശത്തുകാർ കാത്തിരിക്കുകയാണ്. തങ്ങളുടെ കയ്യകലത്തിലുള്ള വികസനം ലഭിക്കാൻ അതല്ലാതെ അവർക്ക് മറ്റു വഴിയില്ല. കാത്തിരിക്കുകയാണ് പുതിയ സർക്കാരിന്റെ അടിയന്തര ഇടപെടലിൽ. കാസർഗോഡ് വലിയപറമ്പിൽ നിന്നും രതീഷ് വാസ്തവൻ, ന്യൂസ് മലയാളം.